നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ച ഏത്തയ്ക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഏത്തയ്ക്ക ചിപ്സും ഉണ്ടാക്കാം, അതോടൊപ്പം തന്നെ ഏത്തയ്ക്ക പൊടിച്ച് എടുക്കാം. ഫ്രണ്ട്സ്, നമ്മളിന്ന് ചിപ്സ് മാത്രമല്ല ബനാന പൗഡറും ഉണ്ടാക്കുന്നുണ്ട്. ബനാന പൊടിച്ചെടുത്ത് അത് പൗഡറാക്കി കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ പ്രോസസ്സിലേക്ക് പോകാം. എങ്ങനെയാണ് ബനാന ഫ്രൈ ചെയ്യുകയും അതുപോലെ പൗഡർ ഉണ്ടാക്കുന്നത്. നമ്മൾ കുറച്ച് ബനാന അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചിപ്സ് ഉണ്ടാക്കാനും, പിന്നെ ഇത് കുറച്ച് ഉണക്കി പൊടിച്ച് വെക്കാനായിട്ടാണ്. അപ്പം നമുക്ക് വെയിലത്തൊന്നും ഉണക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഗ്രില്ലിൽ ഉണക്കി പൊടിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കാം, നമുക്ക് അത് ട്രൈ ചെയ്തിട്ട് ശരിയാണെങ്കിൽ കുറച്ചധികം എടുത്ത് പൊടിച്ച് വെക്കണം. ബാക്കി നമുക്ക് വറുക്കാം. നല്ല പച്ച കായാണ്, കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന കായാണ്. അപ്പോൾ നമുക്ക് എടുത്ത് വെക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെ നിരത്തിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഗ്രില്ലിൽ കൊണ്ടുവയ്ക്കാം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് വെക്കാം. അത് ഏകദേശം ഡ്രൈ ആയിക്കിട്ടും. പിന്നെ നമുക്ക് പൊടിച്ചെടുത്താൽ മതി. നമ്മൾ ചിപ്സ് ഉണ്ടാക്കാനായിട്ട് പാൻ അടുപ്പിൽ വെച്ചു. ഞാനിവിടെ ഗോൾഡ് വിന്നറിൻ്റെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് വയ്ക്കാം. ഇത്ര മതിയാകും. ഏതായാലും ഓരോ ലെയറിൽ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാകട്ടെ. ഇനി കുറഞ്ഞാൽ നമുക്ക് ബാക്കി ഒഴിച്ച് ചെയ്യാം. പിന്നെ ബാക്കി നമുക്ക് കുറച്ച് ഉണക്കി പൊടിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എണ്ണ ചൂടാകുമ്പോൾ പറഞ്ഞിട്ട് നമ്മളിത് വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം തിരിച്ച് മറിച്ചോട്ടിടാം. ഞാൻ സാധാരണ ഇങ്ങനത്തെ കഴിയുമ്പോഴാണ് കുറച്ച് ഉപ്പ് പൊടി ഇടുന്നത്. നമുക്ക് ആദ്യം തിരിഞ്ഞ് വെച്ചിട്ടും ഒക്കെ ഇടാവുന്നതാണ്. നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ളത് നമുക്ക് കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വറുത്തിരുന്നു. ഇത് വറുത്തിട്ട് പോകാം. ഫ്രണ്ട്സ്, നമ്മളൊരു സെറ്റ് വറുത്ത് കോരി അടുത്ത സെറ്റ് ഇട്ടിട്ടുണ്ട്. പാക്ക് ചെയ്തിരിക്കുന്നു. ഞാൻ ഇത് പൊടിക്കാനായിട്ട് ഗ്രില്ല് വെക്കാൻ ഒരു സെറ്റ് കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത് ഇളക്കി ഇടുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത ഗ്രില്ലിൽ വെച്ച് എന്തായാലും നോക്കാം. എന്നിട്ട് ഒന്ന് തിരിച്ച് വെക്കണം. പോയിട്ട് വരാം. ഇതിവിടെ കിടന്ന് ആയിരിക്കണം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് എടുക്കേണ്ട സമയം എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു കിലിക്കിൽ ആ സൗണ്ട് കേൾക്കും. ആ സമയത്താണ് ഞാൻ ഇതിനകത്ത് ഉപ്പിട്ടിരുന്നു. എണ്ണയ്ക്കിപ്പം ഉപ്പുണ്ടായിരിക്കും. അപ്പോൾ ഇത് ആയപ്പോൾ നമ്മളപ്പോഴത്തേക്കും പോയി മറ്റൊരു നിറച്ച് വെച്ചിട്ട് വരും. നമ്മുടെ ഗ്രില്ലിൽ ഉണക്കാൻ വെച്ച് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് തിരിച്ചിട്ട് ഒന്നുകൂടെ വെക്കണം. ഞാൻ ഒരു സെറ്റ് വേറെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണക്കി പൊടിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. ഉണങ്ങാൻ വെക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ തന്നെ ഉണങ്ങി ശരിക്കും. ഒന്നുകൂടെ ചെറുതായിട്ടൊന്നുകൂടെ തിരിച്ച് വെച്ചിട്ട് ഇത് മിക്സിയിൽ പൊടിച്ച് നമുക്ക് ആവശ്യത്തിന് ചായയായിട്ടോ കാപ്പിക്കായിട്ടോ പാൽപ്പൊടി പോലെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ പിള്ളേർക്ക് കുറുക്കി കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ബാക്കിയും കൂടെ ഉണ്ടാക്കാം. നമ്മുടെ ഗ്രില്ലിലിരുന്ന് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ബനാന കാവട്ടയോടെ. ഡ്രൈ ആയ ബനാനാസാണിത്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് പൊടിച്ചെടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ചിട്ട് ഇതൊന്നും കൂടെ വെക്കാനുണ്ട്. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പം ബിറ്റ്വീൻ നമ്മുടെ ബനാന ഫ്രൈ ചെയ്ത് തീരാറായിട്ടുണ്ട്. ഇവിടെ കുറച്ച് കഴിച്ചു. ഇത് കാക്കിന് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഏകദേശം ഒരു ചോദ്യപാത്രം നിറച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ അത് ബനാന ഫ്രൈസ് ഉണ്ടാകും. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെക്ഷനാണിത്. ഇതിങ്ങനെ വറുത്ത് തീർന്ന് ലാസ്റ്റ് ആവശ്യത്തിനുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ റിയൽ ബനാന ഫ്രൈ. ഫ്രണ്ട്സ്, നമ്മളിന്ന് ബനാന ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ചധികം ബനാന വെച്ചു. ഏകദേശം ഒരു 2.5 കിലോയുടെ ബനാന ഉണ്ടത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം. എന്നാലും ഞാൻ ഇതിലൂടെ വേറെ ചില പ്രോസസ്സൂടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനോടൊപ്പം തന്നെ കണ്ടു പോകാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഹൈലൈറ്റ്. അപ്പം അത് കാണാനായിട്ട് ഇതും കൂടെ കണ്ടുപോകും. ഫ്രണ്ട്സ്, നമ്മുടെ ഏത്തയ്ക്ക പച്ച ഏത്തയ്ക്ക ഉണങ്ങിയതാണിത്. അപ്പോൾ നമ്മൾ ഗ്രില്ലിൽ വെച്ചാണ് ഉണക്കിയത്. അപ്പോൾ ഇത് ഇനി ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ട് നമുക്ക് പാലിനകത്തൊക്കെ ഇടാം.
അല്ലെങ്കിൽ ചായ ഉണ്ടാക്കണം, കറി ഉണ്ടാക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു മിക്സി പിടിച്ചിട്ട് വരാം. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ മിക്സിയിൽ നമ്മുടെ ഏത്തക്കയൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് തെള്ളിയെടുക്കാം. ചെറിയ ജാർ വെച്ച് കുറേശ്ശെ പൊടിക്കത്തുള്ളതുകൊണ്ട് ഇത് തെള്ളിയെടുത്ത് കഴിക്കും. അങ്ങനെ നമ്മുടെ ഏത്തക്ക ഉണക്കിയത് നമ്മൾ മിക്സിയിലാക്കുന്നു. എന്നിട്ട് വീണ്ടും പൊടിച്ചെടുക്കുന്നു. നല്ല കുറച്ച് തരി വന്നിട്ടുണ്ട്. ഇങ്ങനെ നല്ല ഫൈൻ പൗഡറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയോടെ പൊടിച്ച് എടുക്കാം. ഇതാണ് നമ്മൾ ഏത്തക്ക പൊടിച്ചെടുത്തത്. ഇത്രയാണ് ഉള്ളത്. അങ്ങനെ നമ്മുടെ ഏത്തക്കാപ്പൊടി ഏകദേശം ഇത്രയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. വീണ്ടും മറ്റൊരു നല്ല വിഭവമായിട്ട് കാണാം. താങ്ക് യു. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.